അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ രാവിലെ 11 മണി വരെയാണ് കസ്റ്റഡി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചതിൽ കുറ്റബോധമില്ല എന്ന് രാഹുൽ ഈശ്വർ ഇന്നും ആവർത്തിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വിട്ടയച്ചതിൽ സന്തോഷം എന്നാണ് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. 11 കിലോഗ്രാം കുറഞ്ഞു. ഞാൻ ദിലീപിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. എനിക്ക് വേണ്ടി നിങ്ങൾ മീഡിയക്കാര് പറയണം. ഒന്ന്, ഞാൻ ഫോട്ടോ ഇട്ടിട്ടില്ല സുഹൃത്തെ. ഞാൻ നിയമവിരുദ്ധമായ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല. ഫോട്ടോ ഇട്ടിട്ടില്ല. പേര് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ ഡീറ്റെയിൽസ് അറിയാം. അഡ്വക്കേറ്റിനെ കണ്ടില്ല. അതുകൊണ്ട് മെൻസ് കമ്മീഷൻ വേണ്ട. ഇതുകൊണ്ടാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഒരു ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. നേരത്തെ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടുതൽ സമയം ആശുപത്രിയിലാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ നാളെ രാവിലെ 11 മണി വരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വിവരങ്ങൾ എന്താണ്? അതിനുശേഷം കോടതി തീരുമാനത്തിന് ശേഷമുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഹുൽ ഈശ്വറിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ കൂടി ഷഫീദ് റാവുത്തർ. അർജിത്ത്, അതിജീവിതയെ അധിക്ഷേപിച്ച കേസുമായി ബന്ധപ്പെട്ട ആദ്യം അറസ്റ്റിലാകുന്നത് രാഹുൽ ഈശ്വറാണ്. കേസിലെ 5ാം പ്രതിയായിരുന്നു രാഹുൽ ഈശ്വർ. എന്നാൽ അതിനുശേഷം 2 തവണ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷ അത് കോടതി നിരസിക്കുകയായിരുന്നു. അതിന് ചൂണ്ടിക്കാണിച്ച കാര്യം, ആദ്യ തവണ രാഹുലിന്റെ ജാമ്യം നിഷേധിക്കുമ്പോൾ അത് കേസിന്റെ ഗൗരവമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതി ജാമ്യം നിഷേധിച്ചെങ്കിൽ 2ാം തവണ രാഹുൽ ഈശ്വർ പോലീസുമായി അതല്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, കൂടാതെ കൂടുതൽ തെളിവെടുപ്പ് ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് റിപ്പോർട്ടായി തന്നെ കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഈശ്വറിന്റെ നിരാഹാര സമരം, ജയിലിലെ നിരാഹാര സമരം, ആരോഗ്യ പ്രശ്നമടക്കമുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മടക്കിയത്. അതിനുശേഷം ജയിലിലെത്തിയ രാഹുൽ ഈശ്വർ നിരാഹാര സമരം അവസാനിപ്പിക്കാമെന്ന് ജയിൽ സൂപ്രണ്ടിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് വളരെ വിവാദമായിട്ടുള്ള പല വാദങ്ങളും പ്രതിഭാഗം ഉയർത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നിരാഹാര സമരമടക്കമുള്ള കാര്യങ്ങൾ അവസാനിപ്പിച്ചതിന് ശേഷം ഇന്ന് വീണ്ടും രാഹുൽ ഈശ്വറിനെ ഈ കേസിൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ഈ കേസിലെ തുടർ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് നാളെ രാവിലെ 11 മണി വരെയുള്ള പോലീസ് കസ്റ്റഡി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം വീണ്ടും രാഹുൽ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കും എന്നുള്ളതും രാഹുലിന്റെ അഭിഭാഷകരിൽ നമുക്കൊരു വിവരമായി ലഭിക്കുന്നുണ്ട്. അതേസമയം അദ്ദേഹം ഇന്ന് പുറത്തിറങ്ങിയ ശേഷവും അദ്ദേഹത്തിന്റെ പ്രതികരണം ആവർത്തിക്കുകയാണ് ചെയ്തത്. അതിജീവിത ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് താൻ ഒരു ചിത്രങ്ങളും ഫേസ്ബുക്ക് ബുക്കിൽ പങ്കുവച്ചിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അഭിഭാഷകൻ ആ രീതിയിലല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതിയെ അറിയിച്ചത്. ഈ പ്രതിക്ക് സംഭവിച്ചിരിക്കുന്ന പിഴവടക്കമുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്നൊക്കെ ഉള്ളത് അത് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. ഏതായാലും നാളെ രാവിലെ 11 മണി വരെ രാഹുൽ ഈശ്വർ സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കും. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ നാളെ രാവിലെ 11 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.